ഹായ് SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക്, മീൻസ് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു ആൺകുട്ടിക്ക് നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹം തോന്നണം, നിങ്ങളെ വേണം എന്നവർക്ക് തോന്നുകയാണെങ്കിൽ, അതായത് ലൈഫിൽ നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ വേണമെന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള തോന്നലുകൾ അവരുണ്ടാക്കാൻ, അതേസമയം അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, നിങ്ങളുടെ വാല്യൂ കൂടുതലാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാനാണ്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എപ്പോഴും അവരുടെ ചുറ്റുമാണ് എന്നുള്ളൊരു തോന്നൽ അവർ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും അവരെ ചുറ്റിപ്പറ്റി നടക്കാതിരിക്കുക. നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. സോ നിങ്ങൾക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ, അതായത് എനിക്ക് നിന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും എനിക്ക് നിങ്ങളെ കൂടെ വേണം, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല, ആ രീതിയിൽ ചിന്ത അവരിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും നന്നായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവരുടെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കത് വലിയ രസമൊന്നും ഉണ്ടാവില്ല, മടുപ്പ് ഫീൽ ചെയ്യും. അതായത് നമ്മൾക്കൊരു വിലയില്ലാത്തതുപോലെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മളൊരിക്കലും നമ്മളുടെ ലോകം അവരാണെന്ന ചിന്ത അവരിൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡീപ്പ് കോൺവെർസേഷൻ ആണ്. അതായത് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങി സംസാരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇപ്പോൾ ചുമ്മാ കഴിച്ചോ ഉറങ്ങിയോ എന്താ കാട്ടുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളല്ലാതെ, ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ ഒന്നും അല്ലാതെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾക്ക് ആ ഒരു ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. തിരിച്ചും അങ്ങനെ തന്നെ, അതായത് ഒരു ഡീപ്പ് കോൺവെർസേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഏർപ്പെടുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടും, അതേപോലെ നിങ്ങളോട് വീണ്ടും വീണ്ടും സംസാരിക്കാനും തുടങ്ങും. അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ടെക്സ്റ്റിന്, മീൻസ് അവരുടെ മെസ്സേജിന് ഒരു ക്വിക്ക് റിപ്ലൈ കൊടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് മാറ്റുക. പെട്ടെന്നൊന്ന് റിപ്ലൈ കൊടുക്കേണ്ട, കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുത്താൽ മാത്രം മതി. അവരുടെ മെസ്സേജ് നിങ്ങൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷനിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ചിലരുണ്ടോ കണ്ടപാടെ പോയി റിപ്ലൈ കൊടുക്കും, എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും റിപ്ലൈ കൊടുക്കും. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂ ആണെന്നുള്ളത് സത്യമാണ്. നമുക്ക് അവരത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് നമുക്ക് ആ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നറിയോ, മിസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങൾ അവർക്ക് എപ്പോഴും ഈ പറഞ്ഞ മെസ്സേജിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, അവരയക്കുന്ന മെസ്സേജിന് എപ്പോഴും നിങ്ങൾ റിപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി അവർ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ റിപ്ലൈ പെട്ടെന്ന് കൊടുക്കാതിരിക്കാം. ഉറപ്പായിട്ട് അവർ ചിന്തിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത്, എനിക്ക് എപ്പോഴും പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണല്ലോ, ഇപ്പം എന്താ റിപ്ലൈ തരാത്തത്. അപ്പോൾ ആ ഒരു ചിന്ത അവരിൽ വരും. അപ്പോൾ നിങ്ങൾ റിപ്ലൈ കൊടുക്കാതെ, ഇപ്പോൾ രാവിലെയാണ് ഒരു മെസ്സേജ് അയച്ചെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കാകുമ്പോൾ റിപ്ലൈ കൊടുത്താൽ മതി. അത്രയും സമയം അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും, അതായത് മിസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്, എപ്പോഴും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ അങ്ങനെ ഇനി മുതൽ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യും. അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇവളാകെ മാറിപ്പോയി എന്നൊരു ചിന്ത വരും. അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി വാല്യൂ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കോൺഫിഡൻസ് കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ളത് അവരിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 4 ചീത്തയൊന്നും പറഞ്ഞിറങ്ങുന്നൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ശരിക്കും കോൺഫിഡൻ്റ് ആണെന്നുള്ളത് കാണിക്കുന്നത് ഒന്ന് നമ്മുടെ കഴിവിലാണ്, നമ്മുടെ പ്രവൃത്തിയിൽ നമുക്കത് കാണിക്കാൻ ശ്രമിക്കാം. അതേപോലെ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അവർ നിങ്ങളെടുത്ത് ഒരു വാല്യൂ തരാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്തതുപോലെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പെരുമാറാം. നിങ്ങളില്ലെങ്കിൽ എനിക്ക് വേറൊരാൾ ഉറപ്പായിട്ടുണ്ടാകും, അതായത് പോയി കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് ബിഹേവ് ചെയ്യുക. അങ്ങനെ എടുത്തടിച്ച പോലെ പറയണമെന്നല്ല, എങ്കിലും ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നുള്ളത് കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് കണ്ടിട്ട് അവർക്ക് പേടി വരണം, ഇവളെന്നെ വിട്ടിട്ട് പോവുമോ ഈശ്വര, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ കണ്ടു കഴിയുമ്പോൾ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും. ആരായാലും ഏതൊരു മനുഷ്യൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും, നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ നമ്മൾ ഇട്ടിട്ട് പോകണം നമ്മൾ വിചാരിക്കില്ല.
നേരെ മറിച്ച് നമ്മൾ അവരിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേട് ഉണ്ടായിരിക്കും, അതുപോലെ നമുക്കൊരു വിഷമം വരും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതായത് വിഷമവും നാണക്കേടൊക്കെ നമുക്ക് വരും. നേരെ മറിച്ച് നമ്മളാണ് അവരെ വിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരാൾ ഉണ്ടായിരിക്കും, എനിക്ക് വിടാൻ ഒരു പ്രയാസമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ബിഹേവ് ചെയ്യുക. ഇത് അവരിലൊരു പേടിയൊക്കെ ഉണ്ടാക്കും. സോ അങ്ങനെ ആകുമ്പോഴും നിങ്ങളുടെ പുറകെ ഇങ്ങനെ വരാനുള്ള ആ ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. അതായത് നിങ്ങളെ വിട്ടിട്ട് പോവാതെ നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നൊരു തോന്നൽ വരും. അതോടൊപ്പം നിങ്ങളുടെ വാല്യൂ കൂടി വരും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്നാണ്. ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാം. അതേപോലെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അവർ ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഓരോരോ രീതിയിലുണ്ട്. ചില ആളുകൾ കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ വാക്കുകളിലൂടെ ഇഷ്ടം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ രീതിയിലുള്ള ആളുകളാണ്. ശരിക്കും ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ രീതിയിലുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഏത് ടൈപ്പിലുള്ള പേഴ്സൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ശരിക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ ആ രീതിയിലൊരു സ്നേഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പെരുമാറുമ്പോൾ അവർക്ക് ശരിക്കും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളില്ലാത്ത സമയത്തൊക്കെ അവർ നിങ്ങൾ മിസ് ചെയ്യും, നിങ്ങളോട് ഇനി സംസാരിക്കണം തോന്നും. അങ്ങനെ അതേപോലെ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സും മെമ്മറീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ചില സമയത്തൊക്കെ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4-5 പോയിന്റ്സേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വലിയ രീതിയിൽ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ആണ്. അതുണ്ടെങ്കിൽ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാവും. അതായത് നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ സ്നേഹിച്ച് തുടങ്ങും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് പറയുക. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്